ഇറാന്റെ സൈനിക ശക്തിയും IRGCയുടെ സ്വാധീനവും. ഇറാന്റെ സൈനിക സംവിധാനത്തിൽ ഏറ്റവും നിർണായകവും സ്വാധീനവുമുള്ള വിഭാഗമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ പാസ്ദാരൻ. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം രൂപീകൃതമായ ഈ സേന ഇന്ന് വെറുമൊരു സൈനിക വിഭാഗം എന്നതിലുപരി രാജ്യത്തിന്റെ രാഷ്ട്രീയം, സമ്പദ്വ്യവസ്ഥ, വിദേശനയം എന്നിവയെ സ്വാധീനിക്കുന്ന ശക്തിയായി മാറിയിരിക്കുന്നു. 2026 ഏപ്രിലിലെ കണക്കുകൾ പ്രകാരം ഇറാൻ ലോക സൈനിക ശക്തിയിൽ 145 രാജ്യങ്ങളിൽ 16ാം സ്ഥാനത്താണ്. ഏകദേശം 5,80,000 സജീവ സൈനികരും 2 ലക്ഷം റിസർവ് സൈനികരുമാണ് രാജ്യത്തിനുള്ളത്. ഇതിൽ IRGCക്ക് മാത്രം ഏകദേശം 1,25,000 അംഗങ്ങളുണ്ട്. സാധാരണ സൈന്യമായ അർട്ടേഷിനൊപ്പം സമാന്തരമായി പ്രവർത്തിക്കുന്ന IRGCക്ക് സ്വന്തമായി കര, വ്യോമ, നാവിക സേനകളുണ്ട്. വിദേശ പ്രവർത്തനങ്ങൾക്ക് ചുമതലപ്പെട്ട ഖുദ്സ് ഫോഴ്സും ആഭ്യന്തര സുരക്ഷയ്ക്ക് പ്രവർത്തിക്കുന്ന ബസീജ് സേനയും ഇതിന്റെ പ്രധാന ഘടകങ്ങളാണ്. മിസൈൽ സാങ്കേതികവിദ്യയിൽ ഇറാൻ വലിയ മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നു. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലായ ഷഹാബ് 3 ഉൾപ്പെടെ നിരവധി ആയുധങ്ങൾ IRGC നിയന്ത്രണത്തിലാണ്. ഡ്രോൺ സാങ്കേതികവിദ്യയിൽ ഇറാൻ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഷാഹേജ് ശ്രേണിയിലുള്ള ഡ്രോണുകൾ കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാവുന്നതും എന്നാൽ ശക്തമായ ആക്രമണശേഷിയുള്ളതുമാണ്. എസിമെട്രിക് യുദ്ധരീതികളിൽ IRGC പ്രത്യേക ശ്രദ്ധ നൽകുന്നു. ചെറിയ സ്പീഡ് ബോട്ടുകൾ, മൈനുകൾ, ഡ്രോണുകൾ ഉപയോഗിച്ച് വലിയ സൈനിക ശക്തികളെ നേരിടുന്ന രീതിയാണ് ഇവരുടെ പ്രത്യേകത. 2026-ലെ നിലവിലെ സാഹചര്യത്തിൽ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ IRGCയുടെ സ്വാധീനം വർദ്ധിച്ചിരിക്കുകയാണ്. പല പ്രധാന തീരുമാനങ്ങളിലും സൈനിക ഇടപെടൽ ശക്തമായി തുടരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇസ്രയേലുമായും അമേരിക്കയുമായും സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് പോലുള്ള തന്ത്രപ്രധാന മേഖലകളിൽ IRGC ശക്തമായ നിരീക്ഷണം തുടരുന്നു. അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും തദ്ദേശീയ ആയുധ നിർമ്മാണത്തിലൂടെ ഇറാന്റെ പ്രതിരോധം ശക്തമായി നിലനിർത്തുന്നു. എഴുതിയത് റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. കൂടുതൽ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും ഞങ്ങളെ പിന്തുടരും.